നമ്മളന്ന് ചെയ്യാൻ പോണത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 1/2 kg വാനില സ്പഞ്ചിന്റെ കട്ടിങ്ങും ഐസിങ്ങും ആണ് കേട്ടോ. അപ്പൊ ആ സ്പഞ്ച് ഇവിടെ ഉണ്ട്. ഇത് കട്ട് ചെയ്യാണ്. ഇതാണ് ബ്രെഡ് നൈഫ്. നമ്മൾ ലെങ്ത് ആയിട്ടുള്ള ഒരു കത്തിയാണ്. ഇതിന്റെ ഫ്രണ്ട് ഇങ്ങനെ പല്ല് പോലെ വരുന്നതാണ്. ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ കൈ ആദ്യം മേലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒരു സൈഡിൽ കത്തി ഒന്നിങ്ങനെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ റൗണ്ട് ചെയ്ത പോർഷൻ എത്തുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കുക. രണ്ടിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫസ്റ്റത്തെ ലെയർ കട്ട് ചെയ്തു. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തതും ഇതുപോലെ ഒന്ന് കത്തി ഇറക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. റൊട്ടേറ്റ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ എത്തിയാൽ ഇതുപോലെ ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കുക. രണ്ടാമത്തത് ഇനി ഒന്നും കൂടെ 4 ലെയർ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. തന്നെ ചെയ്യാം. അപ്പൊ 4 ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരേപോലുള്ള 4 ലെയർ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ക്രീം ബീറ്റിംഗ് ആണ്. അപ്പം ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. വെള്ളത്തിന്റെ അംശം ഉണ്ടാകരുത്. ബീറ്ററിന്റെ ബ്ലേഡും ഡ്രൈ ആയിരിക്കണം. അടുത്തത് വിപ്പിംഗ് ക്രീമിന്റെ ബോക്സ് നല്ലോണം തുടച്ച് നല്ല ഷെയ്ക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാ എടുക്കുക കേട്ടോ. ക്രീം 1/2 kg ചെയ്യുമ്പോൾ 1 കപ്പ് എടുക്കുക. തന്നിട്ടുണ്ട്, അളവുകൾ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇത് ഫസ്റ്റ് സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ, ഒരു ബബിൾസ് വരാന്. ആയിട്ടുണ്ട്. പിന്നെ ക്രീമുകൾ ഷുഗർ ഉള്ളതുകൊണ്ട് ഷുഗർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നോർമൽ ഷുഗറുള്ള ഫിയോണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ നോർമൽ ഷുഗർ ഉണ്ടാവുള്ളൂ. അല്ല വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ പഞ്ചസാര ആഡ് ചെയ്യാം. പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്തപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം കട്ടിയായിട്ട് ഒരു ലെയർ പോലെ വരുന്നുണ്ട്. ഈ ടൈമിൽ സ്പീഡ് സെക്കൻഡിലേക്ക് ആക്കിയിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ക്രീം നല്ല ബീറ്റ് ആയിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ടുള്ളൂ. എനിക്ക് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രം ഇതുപോലെ ഇങ്ങനെ കമത്തി നോക്കുക. ഇങ്ങനെ കമത്തിയിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ക്രീം വിടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിഫ് ആയിട്ടുണ്ട്. ഇനി അതിനു മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെരിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒഴുകി വരുന്നുണ്ടെങ്കിൽ 3rd സ്പീഡിൽ ബീറ്റ് ചെയ്തോളി. എനിക്ക് സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ട് തന്നെ ബീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ആയാലും പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്ത് ലൂസായി പോകും. കേക്ക് ഐസിങ് ചെയ്യാൻ പോകണം. അപ്പോൾ കേക്കിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അപ്പോൾ സെൻറ്ററിലുള്ള ലെയറാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് നല്ലോണം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ന്യൂസിലിട്ടിട്ട് ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫുള്ള് ചെയ്തിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. ഐസിങ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ക്രീം ആക്കി കൊടുക്കുക. ഫില്ലിങ്ങിന് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക.
അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ഏറ്റവും മുകളിലുള്ള ലെയറാണ് സെക്കൻഡ് ലെയർ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ആക്കിയിട്ട് ക്രീം ആക്കുക, ഫില്ലിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നൈഫ് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് നല്ലോണം അതിലേക്ക് ഇറങ്ങിപ്പോകും. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തപ്പോൾ തന്നെ പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് ക്രീം ആക്കിയിട്ട് ഐസിങ് നൈഫ് വെച്ചിട്ട് ക്രീമിൽ മാത്രം ടച്ച് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫില്ലിങ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഏറ്റവും ലാസ്റ്റിൽ കൊടുക്കുന്ന ലെയർ നമ്മൾ ടിന്നിൽ അടിവശം കട്ട് ചെയ്യുന്ന ലെയറാണ് കേട്ടോ. കട്ട് ചെയ്തത് അടിയേക്കും, കട്ട് ചെയ്യാതെ ക്ലീൻ ആയിട്ടുള്ള ഭാഗം മുകളിലും വരുന്ന രീതിയിലാണ് ഏറ്റവും ടോപ്പിൽ ലെയർ വെച്ച് കൊടുക്കുക. ഇതാ ഞാൻ ഓരോ ലേയേഴ്സും നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്ത പോലെ തന്നെ ലേയേഴ്സ് വെക്കുക. പിന്നെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക. പിന്നെ വൈറ്റ് ചോക്ലേറ്റ്, നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടുകൊടുത്ത് വൈറ്റ് ചോക്ലേറ്റ് ഫില്ല് കൊടുക്കുക. പിന്നെ ഓരോ ലേയേഴ്സും അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഷുഗർ സിറപ്പ് കൊടുക്കുക, ക്രീം കൊടുക്കുക, ഫില്ലിങ്സിന് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഫുള്ള് ലേയേഴ്സും സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫസ്റ്റ് കോട്ടിങ് കൊടുക്കുകയാണ്. ഇതുപോലെ ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് കോട്ടിങ് കൊടുക്കുക കേട്ടോ. കോട്ടിങ് കൊടുത്ത് ഫ്രീസറിൽ അരമണിക്കൂർ വെച്ചിട്ട് ഫൈനൽ കോട്ടിങ് കൊടുക്കുക കേട്ടോ. സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ അരമണിക്കൂർ വെച്ചിട്ട് ഫൈനൽ കോട്ട് കൊടുക്കുക കേട്ടോ. അടുത്തത് ഫൈനൽ കോട്ടിങ് കൊടുക്കുകയാണ്. ക്രീം എടുത്തിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ക്രീം എടുത്തിട്ട് വേണം സൈഡിൽ കൊടുക്കാൻ. എന്നാലേ നമുക്ക് ഫിനിഷിങ് കിട്ടുള്ളൂ. ഉള്ളിൽ കൊടുക്കുന്ന ഫില്ലിങ്സ് കുറച്ചാലും പുറത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രീം കൊടുക്കാം. ഈ സ്പഞ്ച് കാണുന്ന ഭാഗത്തൊക്കെ ക്രീം ഇട്ട് കവർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ മുകളിലും വെച്ചിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. സൈഡിലും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലീൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് വെച്ച് കൊടുക്കുക മുകൾ ഭാഗം. സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് സൈഡ് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ.
കണ്ടില്ലേ, പിന്നെ സൈഡ് ഫിനിഷിങ് ആയിരുന്നു. എന്നിട്ട് ഓരോ ടൈം യൂസ് ചെയ്യുമ്പോഴും ഇതുപോലെ സ്ക്രാപ്പർ ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്തത് കേക്കിലേക്ക് ടച്ച് ചെയ്യാൻ. കേക്കിന്റെ സൈഡൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാ സൈഡ് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫിനിഷിങ് കൊടുക്കാം. എല്ലാ ഭാഗവും നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. നമ്മൾ ക്രീം അത്യാവശ്യം കൂടുതൽ ക്രീം ഇട്ടതുപോലെ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. കണ്ടില്ലേ, നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകൾ വശം ഫിനിഷിങ് ചെയ്യുന്നതാണ്. ഇതാ ഇനി നമ്മള് മുകൾ വശമാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാ സ്ക്രാപ്പർ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാം. ഷാർപ്പ് അടിച്ച് സൈഡിൽ വരും ചെയ്യും, നമുക്ക് ഉള്ളിൽ ക്ലീൻ ആവുകയും ചെയ്യും. കണ്ടില്ലേ, ഇതുപോലെ ഓരോ ടൈം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതിമത്തെ ക്രീം തുടച്ച് മാറ്റിയതിന് ശേഷം മാത്രം അടുത്തത് കേക്കിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഈ സൈഡ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിലേക്ക് വലിക്കും, എന്നിട്ട് ക്ലീൻ ചെയ്യാം. അതൊക്കെ തൊട്ടില്ല, അതുപോലെ വേണം ചെയ്ത് കൊടുക്കാൻ. സ്ലോ ആയിട്ട് വേണം ചെയ്യാൻ. ഫുള്ള് എന്തായിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട്. കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. സൈഡും മുകളിലും ഒരുപോലെ ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ചോക്ലേറ്റ് കൊടുക്കാം സൈഡില്. ഇപ്പൊ നമ്മളെ കേക്ക് ഫുള്ള് ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഫൈനൽ കോട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണ്ട. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഫുള്ള് സ്ക്രാപ്പർ യൂസ് ഇതാക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ചോക്ലേറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ക്ലീൻ ചെയ്യാം. അടുത്തത് നമ്മൾ ഇതിനുള്ള മേലെ ഫ്ലവറും ഡെക്കറേഷൻസും കൊടുക്കണം. അപ്പൊ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള പൈപ്പിംഗ് ബാഗ് നോസിൽ, ഇതാണ് 2D നോസിൽ. കണ്ടില്ല, സ്റ്റാർ നോസിലിനെ പോലെ ഇതിന്റെ ഈ ടിപ്പ് മുന്നിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കേട്ടോ. കാണുന്നില്ലേ, പൈപ്പിംഗ് ബാഗിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. നോക്കിട്ട് ഇതുപോലെ ഇതിന്റെ ടിപ്പ് പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം ഇടാന്. ക്രീം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഡെക്കറേഷൻസ് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കേക്കിന്റെ അടുത്തേക്ക് കൊണ്ടിട്ട് റൗണ്ട് ചെയ്യാം കേട്ടോ. അടുത്തതും ഇതുപോലെ കൊണ്ടുവന്നിട്ട് റൗണ്ട് ചെയ്യാം. ജസ്റ്റ് പ്രസ് ചെയ്യാം, റൗണ്ട് ചെയ്യാം. നമ്മളെ ടിപ്പ് ഒരിക്കലും കേക്കിൽ ടച്ച് ചെയ്യരുത്. ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കാം.
ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അടുപ്പിച്ച് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പൊ നല്ല ഭംഗിയുള്ള ഫ്ലവറാവും മുന്നിലേക്ക്. നമുക്ക് ഇതിന്റെ സെന്ററിൽ കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ്. നല്ല ജെറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലവറിന്റെ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുള്ളൂ. 1/2 kg വൈറ്റ് ഫോറസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഇത് 1/2 kg കേക്കാണ്. 541.